ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു, പോഴത്തം ബാക്കി പറയാൻ വയ്യ എന്ന് കടമ്പനാട്ട് രാമകൃഷ്ണൻ പണ്ട് കവിതയിൽ പാടിയതുപോലെ സോളാർ സമരക്കാർ പണ്ട് പ്രകൃതിയുടെ വിളിക്ക് ഇടം കിട്ടാതെ തലസ്ഥാനമാകെ കറങ്ങി നടന്ന് തിരുവനന്തപുരം നഗരത്തെ തലസ്ഥാനത്തിനു പകരം അന്നനാളത്തിൻ്റെ മറ്റേ അറ്റത്തിൻ്റെ പേരിട്ട് വിളിക്കണോ എന്ന് കേരളീയർ ആലോചിച്ച ദിനങ്ങളായിരുന്നു ആ സോളാർ സമരക്കാലം, അഥവാ സെക്രട്ടേറിയറ്റ് വളയൽ സമരക്കാലം. പോലീസ് തലസ്ഥാനത്തെ എല്ലാ താമസ സ്ഥലങ്ങളും പൂട്ടാൻ ഉത്തരവ് കൊടുത്തതുമൂലം ഒന്നും രണ്ടും സാധ്യമാകാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്ന് ആഗ്രഹിച്ച സമരക്കാരെ അതിന് തുണച്ച കഥ ഈ കഴിഞ്ഞ ദിവസം ജോൺ മുണ്ടക്കയം എന്ന മനോരമ ലേഖകൻ എഴുതിയത് വായിച്ച് നമ്മുടെ രാഷ്ട്രീയക്കാരുടെ അടിമകളായി കഴിയുന്ന രാഷ്ട്രീയ അണികളുടെ അടിമ ജീവിതം അഥവാ ആടി ജീവിതം എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്ന് ഏറെക്കുറെ പരസ്യമായി. ജോൺ എന്നതിൻ്റെ മലയാളം യോഹന്നാൻ എന്നാണല്ലോ. അങ്ങനെ ചിന്തിച്ചാൽ യോഹന്നാൻ ബ്രിട്ടാസ് എന്ന ജോൺ ബ്രിട്ടാസ് യോഹന്നാൻ മുണ്ടക്കയത്തിനെ അഥവാ ജോൺ മുണ്ടക്കയത്തിനെ വിളിച്ച് എങ്ങനെയെങ്കിലും ഈ സമരമൊന്നു നിർത്തണമെന്ന് അഭ്യർത്ഥിച്ചതേക്കുറിച്ചാണ് ജോൺ മുണ്ടക്കയം എന്ന യോഹന്നാൻ മുണ്ടക്കയം ലേഖനം എഴുതിയത്. അതാവട്ടെ KP യോഹന്നാനെ ഈയിടെ കാറിടിച്ച് പോലെ ഒരു ദുരന്തമായി മാറി ഇടതുപക്ഷ സമരക്കാർക്കും അവരുടെ നേതാക്കൾക്കും. യോഹന്നാൻ മുണ്ടക്കയം ഉമ്മൻചാണ്ടിയെയും PK കുഞ്ഞാലിക്കുട്ടിയെയും വിളിച്ച് കാര്യം പറഞ്ഞതും ഉമ്മൻചാണ്ടി പത്രസമ്മേളനം വിളിച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതുമൊക്കെ പുനഃസംപ്രേഷണം പോലെ പുറത്തായെങ്കിലും ജനങ്ങളുടെ മനസ്സിലും ഓർമ്മയിലും അത് ഒരു ദുരന്തമായാണ് ഫീൽ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ആകെ മൊത്തം ടോട്ടൽ ഒരു സെപ്റ്റിക് ടാങ്ക് തുറന്ന ഫീൽ. അതവിടെ നിൽക്കട്ടെ, അതൊന്നുമല്ല ഇപ്പോൾ പ്രശ്നം. ഇപ്പോൾ വിദേശയാത്ര കഴിഞ്ഞ് ദിവസങ്ങൾ വെട്ടിച്ചുരുക്കി പറഞ്ഞതിലും മുന്നേ നാട്ടിലെത്തിയ മുഖ്യമന്ത്രിയെയും ഭാര്യയെയും പേരക്കുട്ടിയെയും രാത്രി 3:30 കാത്തുനിന്ന് സ്വീകരിച്ച മറ്റൊരു മനോരമ ലേഖകൻ്റെ ചോദ്യം കേട്ടിട്ട് മുഖ്യമന്ത്രി പ്രതികരിക്കാതെ പോയത് എന്തുകൊണ്ട്? ഒരുപക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ് ജോൺ മുണ്ടക്കയത്തെ പോലെ ഇപ്പോഴത്തെ മനോരമ ലേഖകനും മുഖ്യമന്ത്രി മിണ്ടാത്തതിൻ്റെ യഥാർത്ഥ കാരണം വെളിപ്പെടുത്തിയെന്ന് വരാം. പക്ഷേ ന്യൂസ് ആൻഡ് വ്യൂസ് ഇപ്പോൾ ഊഹിച്ച് പ്രഖ്യാപിക്കുന്നത് സോളാർ സമരക്കാർക്ക് അന്ന് അനുഭവപ്പെട്ട അർജൻറ്റ് നീഡ് തന്നെ മുഖ്യമന്ത്രിക്കും ഫീൽ ചെയ്യുന്നു എന്നാണ് സോളാർ അനുഭവ പാഠം നമ്മൾക്ക് നൽകുന്ന സൂചന. അല്ലെങ്കിൽ നിങ്ങൾ വിമാനമിറങ്ങി വരുന്ന മുഖ്യമന്ത്രിയുടെ മുഖത്തെ നിർവികാരത്വവും അസ്വസ്ഥതയും അദ്ദേഹം എങ്ങനെ ചോദ്യകർത്താവിനെ അവഗണിച്ചു എന്നും ഒന്ന് നിരീക്ഷിച്ചിട്ട് ഉത്തരം കണ്ടെത്തുക. തിങ്കളാഴ്ച തിരിച്ചെത്തുമെന്ന് മന്ത്രിസഭാ യോഗത്തെ അറിയിച്ച മുഖ്യമന്ത്രി ഇന്ന് പുലർച്ചെ 3 മണിക്ക് തിരിച്ചെത്തുമെന്ന വിവരം മാധ്യമങ്ങൾ അറിയരുതെന്ന നിർബന്ധ ബുദ്ധിയിലായിരുന്നു മുഖ്യമന്ത്രിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരും. പുലർച്ചെ 2:30 മനോരമ ന്യൂസ് വാർത്താ സംഘം വിമാനത്താവളത്തിലെത്തിയപ്പോൾ ഔദ്യോഗിക വാഹനവും സുരക്ഷാ സംഘവും മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു. 3:10 ദുബൈയിൽ നിന്നുള്ള വിമാനം ലാൻഡ് ചെയ്തു. 3:30 മുഖ്യമന്ത്രിയും ഭാര്യയും കൊച്ചുമകനും പുറത്തേക്ക്. CM 20-ാം തീയതി വരുമെന്നാണല്ലോ പറഞ്ഞത്. 2 ദിവസം നേരത്തെ എത്തി. CM യാത്ര രഹസ്യമാക്കി വെച്ചത് ദുരൂഹമാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. എന്താണ് മറുപടി? ചോദ്യങ്ങൾ ഗൗനിക്കാതെ മുഖ്യമന്ത്രി വാഹനത്തിലേക്ക്, ശേഷം ക്ലിഫ് ഹൗസിലേക്ക്. യാത്രയെക്കുറിച്ച് പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങൾക്കൊപ്പം തിരഞ്ഞെടുപ്പ് പ്രചാരണം നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴുള്ള യാത്രയുടെ രാഷ്ട്രീയ ഔചിത്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി പറയുമോ? സംസ്ഥാനത്തെ ഗുണ്ടാവിളയാട്ടത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും കേരളം മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മുഖ്യമന്ത്രി പ്രചാരണത്തിനിറങ്ങുമോ എന്നും കാത്തിരുന്ന് കാണേണ്ടതാണ്.